അവസാന നിമിഷം വരെ സസ്പെൻസ്. ഒടുവിൽ രണ്ടാം മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങി രാഹുൽ ഗാന്ധി. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയും അമേഠിയിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ KL ശർമ്മയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സിറ്റിംഗ് സീറ്റായ വയനാട്ടിൽ മാത്രം മത്സരിക്കാനായിരുന്നു ആദ്യം രാഹുലിന്റെ താൽപ്പര്യം. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെയും ഇന്ത്യ മുന്നണിയിലെ സമാജ്വാദി പാർട്ടിയുടെയും നിർബന്ധം മൂലമാണ് തീരുമാനം മാറ്റിയത്. റായ്ബറേലിയിലേക്ക് മാറിയതോടെ അമേഠിയിൽ നിന്ന് രാഹുൽ ഒളിച്ചോടിയെന്നാണ് BJP പരിഹസിക്കുന്നത്. എന്നാൽ സോണിയയ്ക്ക് വൈകാരിക അടുപ്പമുള്ള റായ്ബറേലിയിൽ രാഷ്ട്രീയ പിന്തുടർച്ച എന്ന നിലയിൽ രാഹുൽ മത്സരിക്കുന്നുവെന്നാണ് കോൺഗ്രസ് വിശദീകരിക്കുന്നത്. രാഹുലിനൊപ്പം പ്രിയങ്ക കൂടി മത്സരിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. അമേഠിയിലെ പ്രാദേശിക നേതാക്കൾ പ്രിയങ്ക മത്സരിക്കുമെന്ന സൂചനയും നൽകിയിരുന്നു. എന്നാൽ അവസാന നിമിഷം മത്സരിക്കാനില്ലെന്ന് പ്രിയങ്ക വ്യക്തമാക്കുകയായിരുന്നു. രാഹുൽ റായ്ബറേലിയിൽ മത്സരിക്കട്ടെ എന്ന് നിർദ്ദേശിച്ചത് സോണിയാഗാന്ധിയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിച്ചെന്ന് പ്രഖ്യാപിച്ച ശേഷം റായ്ബറേലി ഇല്ലാതെ എൻ്റെ കുടുംബം പൂർണ്ണമാകില്ല എന്ന് സോണിയ പറഞ്ഞിരുന്നു. മത്സരിക്കാനില്ലെന്ന് പ്രിയങ്ക ഉറപ്പിച്ചു പറഞ്ഞതോടെ രാഹുൽ വേണമെന്ന് സോണിയെ ശടിച്ചു. അങ്ങനെയാണ് രാഹുൽ റായ്ബറേലിയിൽ എത്തിയത്. 1999 അമേഠിയിലാണ് സോണിയ ആദ്യം മത്സരിച്ചത്. 2004 സോണിയയ്ക്ക് പകരമാണ് രാഹുൽ അമേഠിയിലെത്തിയത്. ഇപ്പോൾ റായ്ബറേലിയിലും അമ്മയ്ക്ക് പകരക്കാരനായി മകൻ എത്തിയെന്നതും ശ്രദ്ധേയമാണ്. പതിറ്റാണ്ടുകളായി കോൺഗ്രസിൻ്റെ കുടുംബ സീറ്റുകളായിരുന്നു ഉത്തർപ്രദേശിലെ റായ്ബറേലിയും അമേഠിയും. ഫിറോസ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, സഞ്ജയ് ഗാന്ധി, രാജീവ് ഗാന്ധി മുതൽ സോണിയയും രാഹുലും എല്ലാം ഈസി വാക്ക് ഓവർ നേടിയിരുന്ന ലോക്സഭാ മണ്ഡലങ്ങൾ. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. അമേഠിയിൽ രാഹുലിനെ BJPയുടെ സ്മൃതി ഇറാനി തോൽപ്പിച്ചു. അമേഠി ഇപ്പോൾ BJPയുടെ കയ്യിലാണ്. രാഹുൽ ഗാന്ധിയാണെങ്കിൽ കോൺഗ്രസിന് രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമെന്ന് അവകാശപ്പെടാവുന്ന വയനാട് തട്ടകമാക്കി. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും വയനാട് തന്നെ രാഹുലിന് മത്സരിക്കാൻ കൊടുത്തു. വയനാട് തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ഏപ്രിൽ 26 ശേഷമാണ് രാഹുൽ അമേഠിയിലും മത്സരിക്കുമെന്ന സൂചനകൾ ശക്തമായത്. കോൺഗ്രസിനകത്ത് നിന്ന് ഇത്തരം അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. നെഹ്റു ഗാന്ധി കുടുംബത്തിൽ നിന്നൊരാൾ അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രമേയം പാസാക്കി ഹൈക്കമാൻഡിന് സമർപ്പിക്കുകയും ചെയ്തു. 2 അഭിമാന മണ്ഡലങ്ങളും ഇത്തവണ BJP പിടിച്ചെടുക്കുമെന്ന പേടിയിലാണ് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് ഘടകം. 1967 മണ്ഡലത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് മുതൽ കോൺഗ്രസിനെ പിന്തുണച്ച അമേഠി 3 തവണ മാത്രമാണ് കോൺഗ്രസിനെ കൈവിട്ടത്. രാഹുൽ അമേഠി വിട്ട് റായ്ബറേലിയിലേക്ക് ചേക്കേറുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. കോൺഗ്രസിന് എവിടെയാണ് ആത്മവിശ്വാസം നഷ്ടമായത്? നെഹ്റു കുടുംബത്തെ ഇക്കാലവും പിന്തുണച്ച ഒരു മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ധൈര്യമില്ലാതായത് എന്തുകൊണ്ടാണ്? തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒളിച്ചോട്ടം തന്നെയാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം. 1967 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിനിടെ 2 തിരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് അമേഠിയിൽ കോൺഗ്രസിന് വോട്ട് ശതമാനം 35% താഴെ പോയത്. അതിന് വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങളും ഉണ്ടായിരുന്നു. 2019 രാഹുൽ ഗാന്ധിയെ സ്മൃതി ഇറാനി പരാജയപ്പെടുത്തുമ്പോൾ പോലും 43% വോട്ട് കോൺഗ്രസ് നേടി. അവിടെയാണ് കിഷോരിലാൽ ശർമ്മ എന്ന നെഹ്റു കുടുംബത്തിലെ വിശ്വസ്തനെ മത്സരത്തിന് നിർത്തി രാഹുലും പ്രിയങ്കയും മാറി നിൽക്കുന്നത്. 1967 അമേഠി മണ്ഡലം ആദ്യമായി തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ കോൺഗ്രസിൻ്റെ VD വാജ്പേയി 35.81% വോട്ട് നേടി വിജയിച്ചു. 1971 VD വാജ്പേയി 62.13% വോട്ട് നേടി വിജയിച്ചു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ 1977 അടുത്ത തെരഞ്ഞെടുപ്പ്. നെഹ്റു കുടുംബത്തിൽ നിന്ന് ആദ്യമായി ഒരാൾ അമേഠിയിൽ മത്സരിക്കാനെത്തിയത് 1977 സഞ്ജയ് ഗാന്ധി അമേഠിയിൽ സ്ഥാനാർത്ഥിയായി. അടിയന്തരാവസ്ഥയ്ക്കെതിരായുണ്ടായ പൊതുവികാരം അലയടിച്ച തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയുടെ പുത്രന് അടിപതറി. 34.47% വോട്ടായിരുന്നു അമേഠിയിൽ കോൺഗ്രസിന് ലഭിച്ചത്. ജനതാ പാർട്ടിയുടെ രവീന്ദ്ര പ്രതാപ് സിംഗ് വിജയം രുചിക്കുകയും ചെയ്തു. 3 വർഷത്തിനിപ്പുറം 1970 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഞ്ജയ് ഗാന്ധി അമേഠിയിൽ വിജയിച്ചു. 57.11% വോട്ട് നേടിയായിരുന്നു ജയം. മാസങ്ങൾക്കകം സഞ്ജയ് ഗാന്ധി കൊല്ലപ്പെട്ടതോടെ അമേഠി വീണ്ടും തെരഞ്ഞെടുപ്പിനൊരുങ്ങി. രാജീവ് ഗാന്ധി മത്സരത്തിനെത്തിയ 1981 ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് വോട്ടിംഗ് ശതമാനത്തോടെ കോൺഗ്രസ് ജയിച്ചു കയറി. 84.18% വോട്ടായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി നേടിയത്. തുടർച്ചയായി 3 തവണ അമേഠിയിൽ രാജീവ് ഗാന്ധി വിജയിച്ചു. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതോടെ 1991 ഉപതെരഞ്ഞെടുപ്പിൽ ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തനായ സതീഷ് ശർമ്മ അമേഠിയെ പ്രതിനിധീകരിച്ചു. 53.88% വോട്ട് നേടി വിജയം കുറിച്ചു. എന്നാൽ 1996 അത് 38.81% കുറഞ്ഞു. 1998 കോൺഗ്രസ് അമേഠിയിൽ തോറ്റു. 31.1% വോട്ട് മാത്രം നേടി സതീഷ് ശർമ്മ പരാജയം ഏറ്റുവാങ്ങി. BJPയുടെ സഞ്ജയ് സിംഗ് അമേഠി സ്വന്തമാക്കി. കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ വോട്ട് വ്യത്യാസം 3.98% മാത്രം. 1999 സോണിയാഗാന്ധി അമേഠി തിരിച്ചുപിടിച്ചു. 2004 സോണിയ റായ്ബറേലിയിലേക്ക് മാറി. രാഹുൽ ഗാന്ധി മണ്ഡലം ഏറ്റെടുത്തു. അമേഠിയിൽ അന്ന് 66.18% വോട്ട് നേടി രാഹുൽ വിജയിച്ചു.
2009, 2014 വർഷങ്ങളിൽ വിജയം ആവർത്തിച്ചു. എന്നാൽ 2019 സ്മൃതി ഇറാനിക്ക് മുന്നിൽ രാഹുൽ പരാജയപ്പെട്ടു. 1998 കോൺഗ്രസ് 3.98% വോട്ടിനാണ് തോറ്റതെങ്കിൽ 2019 അത് 5.87% ഉയർന്നു. 2009 71.78% വോട്ട് നേടി വിജയിച്ച രാഹുൽ 2014 നേടിയത് 46.71% വോട്ടായിരുന്നു. വോട്ടിംഗ് ശതമാനത്തിൽ വന്ന ഈ ഇടിവ് കോൺഗ്രസ് കണ്ടില്ലെന്ന് നടിച്ചപ്പോൾ കാത്തിരുന്നത് വൻ തിരിച്ചടിയായിരുന്നു. 2019 അമേഠി രാഹുലിനെ കൈവിട്ടപ്പോഴും മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ 2.85% മാത്രമായിരുന്നു വോട്ട് വ്യത്യാസം. രാഹുൽ ഗാന്ധി പരാജയപ്പെടുന്നതിന് മുമ്പ് 2017 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2002 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് അമേഠിയിൽ വൻ വോട്ട് ചോർച്ചയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പുകളിൽ അമേഠി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം BJPക്കായിരുന്നു. 2017 അമേഠിയിൽ കോൺഗ്രസിന് 24.4% വോട്ട് ലഭിച്ചപ്പോൾ BJP 35.7% വോട്ട് നേടി. 2022 BJP 41.8% വോട്ട് നേടിയപ്പോൾ സമാജ്വാദി പാർട്ടി 35.2% വോട്ട് നേടി. കോൺഗ്രസ് 14.3% വോട്ട് മാത്രമാണ് നേടിയത്. 2002 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിയമസഭാ സീറ്റ് പോലും അമേഠിയിൽ കോൺഗ്രസിന് കിട്ടിയില്ല. BJP 3 സീറ്റും SP 2 സീറ്റും നേടി. 2017 BJPക്ക് 4 SPക്ക് 1 സീറ്റുമായിരുന്നു. ഈ കണക്കുകളായിരിക്കാം രാഹുലിനെ അമേഠിയെ കൈവിടാൻ പ്രേരിപ്പിച്ചത്. തെരഞ്ഞെടുപ്പുകളിൽ അമേഠി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം BJPക്കായിരുന്നു. ഇത്തവണ പക്ഷേ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. SP കോൺഗ്രസിനൊപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. 2019 കണക്കുകൾ പ്രകാരം SP നേടിയ 35.2% വോട്ടും കോൺഗ്രസ് നേടിയ 14.3% വോട്ടും ചേർന്നാൽ BJPയേക്കാൾ വോട്ട് അമേഠിയിൽ ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നെങ്കിൽ വിജയസാധ്യത വർദ്ധിക്കാനും കോൺഗ്രസിന് മണ്ഡലം തിരിച്ചുപിടിക്കാനും സാധിക്കുമായിരുന്നു. ഈ അവസരമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇല്ലാതാക്കി ഒളിച്ചോട്ടം നടത്തിയിരിക്കുന്നത്.